ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഭാഗമായിട്ട് നമ്മുടെ ക്ലച്ച്, എയർ ഫിൽറ്റർ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമ്മൾ അത് ക്ലച്ചിൻ്റെ ഭാഗത്താണ്. ക്ലച്ചിൻ്റെ ഭാഗത്തൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോൾ ഹാൻഡിലാവുന്നത് നല്ല വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ കാണിക്കുന്ന ക്ലച്ചിൻ്റെ ഭാഗത്തുള്ളൊരു കംപ്ലയിൻ്റാണ്. ഈ ക്ലച്ചിൻ്റെ ക്ലച്ച് ഡ്രമ്മ് പറയും. ഈ ക്ലച്ച് ഡ്രമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്. ഈ ക്ലച്ച് ഡ്രമ്മ് നമുക്ക് ലൈറ്റ് കൊടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. ക്ലച്ച് ഷൂ കിടക്കുന്നത് പുതിയ ക്ലച്ച് ഷൂ ആണ് കിടക്കുന്നത്. അപ്പോൾ ക്ലച്ച് ഷൂവിൽ കറക്റ്റായിട്ട് ആ ഡ്രമ്മ് പിടിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് നിലവിൽ വൈബ്രേഷൻ കാണിക്കുന്നത്, ഫ്രണ്ട് വൈബ്രേഷൻ കാണിക്കുന്നത്. അപ്പോൾ ആ ക്ലച്ച് ഡ്രമ്മാണ് നമ്മൾ ലൈറ്റ് കൊടുത്ത് പോളിഷ് ചെയ്തിട്ട് റീസെറ്റ് ആക്കേണ്ടി വരും. അതുപോലെ ക്ലച്ച് പുള്ളിയൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് സെറ്റ് ചെയ്യാം. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നല്ല ബെൽറ്റാണ്. അതിൻ്റെ വേരിയേറ്റർ, ബോഡി, റോളർ, വെയിറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ അല്ലാത്തത്, അതൊരു ചേട്ടൻ കമ്പനിയുടെ ആണ്. നമുക്ക് ഈ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിക്കളയാം. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂടി തന്നെ ഈ പ്ലഗ് കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളതിൻ്റെ കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാർബറേറ്റർ ഫുള്ളായിട്ടൊന്ന് ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഫുള്ളായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ലോ ജെറ്റാണ്. ഇത് നല്ല രീതിയിൽ ബ്ലോക്കാണ്. അപ്പോൾ ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ഈ സ്ലോ ജെറ്റ് നമുക്ക് കാർബറേറ്ററിൻ്റെ അടുത്ത് ഈ സ്ലോ ജെറ്റ് നമുക്കത് മാറ്റേണ്ടി വരും. അത് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ 2 ബ്രേക്ക് കേബിളും കംപ്ലൈൻ്റാണ്. 2 ബ്രേക്കിൻ്റെ കേബിളും കംപ്ലൈൻ്റാണ്. ഫ്രണ്ടിൽ 2 ബ്രേക്ക് കേബിളും മാറ്റണം. അതുപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. സ്പീഡോമീറ്റർ ഓൾറെഡി മീറ്റർ കംപ്ലൈൻ്റാണ്. അതിൻ്റെ സൂചിയൊക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ മീറ്റർ മാറ്റുന്നുണ്ടെങ്കിലാണ് സ്പീഡോമീറ്ററിൻ്റെ കേബിളൊക്കെ റെഡിയാക്കിയിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഫ്രണ്ടിലെ ബുഷുകളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലെ ഷോക്കപ്പിൻ്റെ ബുഷായാലും ലിങ്ക് ബുഷായാലും നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഷോക്കപ്പിൻ്റെ ബുഷും ആ ലിങ്ക് ബുഷും നമുക്കത് മാറ്റിക്കഴിയുന്നുണ്ട്. രണ്ടും മാറ്റി കഴിഞ്ഞാലാണ് ഫ്രണ്ടിലെ ആ പ്ലേ കറക്റ്റ് ആവുള്ളത്. അതിൻ്റെ ഹാൻഡിലിൻ്റെ ഈ കവറൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഈ ഹാൻഡിൽ കവറൊക്കെ കവറൊക്കെ ഇവിടെ പൊട്ടിയിരിക്കുകയാണ്. ഈ ഭാഗമല്ലോ, ഈ ഭാഗത്തൊക്കെ പൊട്ടിയിരിക്കുകയാണ്. 2 സൈഡ് അങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. അതുപോലെ വൈസർ, ഹെഡ്ലൈറ്റ് പിടിപ്പിക്കുന്ന ഈ വൈസറൊക്കെ ആണ് ഇവിടെ പൊട്ടിയിരിക്കുന്നു. ഇവിടെ ഈ സ്ക്രൂ ചെയ്യുന്ന ഭാഗം പൊട്ടിയിരിക്കുന്നു. പിന്നെ ഈ ഭാഗം ഇവിടെയൊക്കെ സ്ക്രൂ ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഈ ഭാഗം പൊട്ടിയിരിക്കുകയാണ്. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഈ വൈസറും ഹാൻഡിൽ കവറും മാറ്റിക്കഴിഞ്ഞാലാണ് ആ ഫ്രണ്ടിലത്തെ വൈബ്രേഷൻ മാറുള്ളൂ. അല്ലാതെ വൈബ്രേഷൻ കാണിക്കുന്ന ക്ലച്ചിൻ്റെയാണ് കൂടുതൽ മാറണമെങ്കിൽ ആ ഫ്രണ്ടിലെ ഈ വൈസറും ഹാൻഡിൽ കവറും മാറ്റേണ്ടി വരും. തൽക്കാലം വല്ല ടൈയൊക്കെ ഇട്ടിട്ട് ഉറപ്പിക്കാനേ പറ്റുള്ളൂ. എന്നാലും പൂർണ്ണമായിട്ട് ആ സൗണ്ട് മാറില്ല കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കേബിള് ആവശ്യത്തിന് കൂടുതൽ നല്ല രീതിയിൽ പ്ലേ ആണ് ഈ കേബിളിൽ കിടക്കുന്നത്. അതുപോലെ കിടക്കുന്നത് ഇതിൻ്റെ കേബിളല്ല കിടക്കുന്നത്. ഈ ആക്സിഡൻറ്റ് കേബിൾ മാറ്റി കഴിഞ്ഞാലാണ് ആ പ്ലേ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കേബിളും കൂടി മാറ്റേണ്ടി വരും. നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് എഞ്ചിൻ ഓയിലും കൂടി മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്ക് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാണ്ട്. ഞാൻ ഫ്രണ്ട് വീല് അയച്ചത് കൊണ്ടാണ് ഇപ്പോൾ ബാക്ക് അയച്ചാണ്. അപ്പം ഫ്രണ്ട് വീല് സെറ്റ് കഴിഞ്ഞിട്ട് ബാക്ക് വീലൊക്കെ അയച്ച് അതിൻ്റെ ബ്രേക്ക് ഷൂ അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഞാൻ. അതിൻ്റെ എയർ ഫിൽറ്റർ, പ്ലഗ്, ആക്സിലേറ്റർ കേബിള്, ഫ്രണ്ടിലെ 2 ബ്രേക്ക് കേബിള്, ഫ്രണ്ടിലെ ബിസ്കിറ്റ്, പിന്നെ ക്ലച്ച് ഡ്രമ്മ് പോളിഷിങ്, ഇതൊക്കെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്ന SF സോണിക്ക് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. സെൽഫ് ചില സമയത്ത് വർക്കിംഗ് അല്ല, കറക്റ്റ് സ്വിച്ചിൻ്റെ കറക്റ്റ് കോൺടാക്റ്റൊന്നും കിട്ടുന്നില്ല. എന്നാലും ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.53 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല ഡാമേജ് ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ റെഡ് ലൈറ്റാണ് കത്തിരിക്കുന്നത്. ബാറ്ററി നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിൻ്റെ കൂടുതൽ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മാറ്റിയാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ സ്വിച്ചൊക്കെ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഇന്നർ കവറൊക്കെ ഇവിടെ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇന്നർ കവർ കണ്ടോ, ഈ സൈഡ് പൊട്ടിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഇടിച്ചിട്ട് ഇന്നർ കവർ ഫുള്ളായിട്ട് ബെൻഡായിട്ടിരിക്കുന്നു. ഇത് കറക്റ്റ് ലെവലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കവറ് മാറ്റി കഴിഞ്ഞാലാണ് റെഡി ആവുള്ളൂ. ഓക്കെ, അതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് പറഞ്ഞാൽ മതി. അതുപോലെ അതിൻ്റെ ചോക്ക് ഒന്ന് കറക്റ്റ് ചെയ്യണം നമുക്ക്. ഓക്കെ, അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഏത് രീതിയിലാണ് ചെയ്തിട്ട് അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.